ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. അതായത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. സിസ്റ്ററിൻ്റെ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂകാംബികയിലേക്ക് പോകുന്നത് ഇപ്പം. അപ്പോൾ അതിനിടയിൽ കുറേ വിശേഷങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയിൽ നമ്മൾ കണ്ണൂർ എത്തിയില്ല. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങിക്കണം. ഹസ്ബൻഡിന് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു ചെരുപ്പ് കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിന് 10:30ക്കാണ്, മോർണിംഗ് 10:45 ട്രെയിന്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ എത്തിയിട്ടുണ്ട്, കണ്ണൂരേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവർ വിളിച്ചുകൊണ്ടിരുന്നു, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിന് കിട്ടില്ല എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മളിതാ ഓടി പോവാണ്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഓടി പോവുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എങ്കിലും നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ കുറച്ച് ടൈം മുന്നേ എങ്കിലും അവിടെ എത്തണമല്ലോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഓടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ അവിടെ എത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അച്ഛൻ, അമ്മ, പിന്നെ അനിയത്തീൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ശിവാമി, ഇവളാണ് വിദ്യാരംഭം കുറിക്കുന്ന ആൾ കേട്ടോ. പിന്നെ മോനെയും കൂടെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഇതിലാണ്. ശിവാമിനെ കണ്ട ഒരു ബാഗൊക്കെ ഇട്ടിട്ട് ആൾ ആ ബാഗ് കയ്യിൽ നിന്ന് പുറത്ത് വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ മകനും നമ്മുടെ 3 പിള്ളേരും ട്രെയിനിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ സീറ്റ് അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇരുന്നും കിടന്നും വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു യാത്രയാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും ഓരോരാൾ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടീസ് ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ തീറ്റ ആരംഭിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കൊള്ളി ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കുന്നത് അവർ. പഴമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അവർക്ക് വലിയ മൈൻഡില്ല, ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ യാത്രയിൽ നല്ല നല്ല കാഴ്ചകളാണ് പുറത്ത് ഫുള്ളും കാണാനുള്ളത്. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വീഡിയോയിലൂടെ ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് എടുത്ത കേട്ടോ. ദേവിക്ക് എൻ്റെ മടിയിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട്, കാരണം നല്ല കാറ്റാണല്ലോ. അപ്പോൾ മുടിയൊക്കെ കണ്ണിൽ കുതിരി കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ മുടിയൊക്കെ ഒതുക്കി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നീണ്ട ഒരു യാത്രയ്ക്ക് ഒടുവിൽ മംഗലാപുരത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മംഗലാപുരത്ത് നിന്ന് അടുത്ത ട്രെയിൻ മാറിക്കയറണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് അടുത്ത ട്രെയിന്. നമുക്ക് 1 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എല്ലാവരും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കൽ ഇത്തിരി ടാസ്ക് ആയിരിക്കും. അവർ കഴിക്കാൻ നല്ല സമയം എടുക്കല്ലോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചോറ്, അടിപൊളി എന്ന് വെച്ചാൽ അങ്ങനെ അത്ര വലിയ ഇതല്ല കറികൾ, എന്നാലും വിശപ്പിൻ്റെ ഇതുകൊണ്ടാണെന്നു ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിതാ ട്രെയിനിൽ കയറി ഇരുന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നമുക്കൊക്കെ എന്താ പറയുക, വിശാലമായിട്ട് ഇരിക്കാനും അങ്ങനെയൊക്കെ ഇത് കിട്ടിയാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീഡിയോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മറന്നിട്ടില്ല. എനിക്ക് എപ്പോഴും വിൻഡോ സൈഡ് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് വിൻഡോ സൈഡ് കിട്ടിയത് കൊണ്ട് എനിക്ക് എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ സെക്കൻഡ് ടൈമാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച വരുമ്പോൾ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഇതുപോലുള്ള കടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇനി ചായ വന്നപ്പോൾ നമ്മൾ ചായ മാത്രം വാങ്ങിച്ച് എല്ലാവരും കഴിക്കാൻ കേട്ടോ, കടിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് ട്രെയിനിൽ കയറി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. യാത്ര ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കുള്ളൊരാഗ്രഹമാണ് ഒന്ന് പ്ലെയിനിലും കൂടെ കയറണം എന്ന്. അത് എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബൈന്ദൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ബൈന്ദൂർ നമ്മുടെ മൂകാംബിക റോഡ് ആണ്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. അതാണ് ഈ ഒരു ടവേരയിൽ കയറിയിട്ട് നമ്മളെല്ലാവരും ഈ ഒരു വണ്ടിയിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ക്ഷേത്രം, അതായത് നമ്മളെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അടുത്ത റൂമിനടുത്ത് തന്നെയാണ് നമുക്ക് ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നടക്കുകയാണ് കേട്ടോ. അതാ അങ്ങോട്ടേക്ക് പോവുകയാണ്.
അപ്പോൾ ഈ ഒരു യാത്ര എനിക്ക് എന്തുകൊണ്ടും ഒരു സ്പെഷ്യലായിട്ടുള്ളത് തന്നെയാണ്. അതായത് എൻ്റെ അച്ഛൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത്. ഒരുപാട് നാളായി വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴാണോ അതിനൊരു അവസരം വന്നു ചേർന്നത് നമുക്ക്. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലെത്തിയ ഉടനെ തന്നെ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അത് എത്തിയത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാമെന്നുള്ള രീതിക്ക് എല്ലാവരും കുളിച്ച് ഒരുങ്ങി റെഡിയായി നിന്നിട്ടുണ്ട്. ഈവനിങ് ആണിപ്പം. അപ്പോൾ നമുക്ക് നാളെ രാവിലെ എന്തായാലും അതായത് വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് വൈകുന്നേരം എത്തിയ സ്ഥിതിക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അനിയത്തിയും ഹസ്ബൻഡും കൂടെ എൻ്റെ മകൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാക്കുന്നുണ്ട്. അവൻ ഫോട്ടോ ഇതുപോലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ഭയങ്കര ഷൈയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. കുളിച്ച് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. എല്ലാവരും കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു ഈ ഒരു യാത്രയ്ക്ക്. പേഴ്സണലി എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഞാൻ അച്ഛനെയൊക്കെ ഇതാക്കിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അവരെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. രണ്ടാൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ മിസ്സിങ്. അവരെ വെയിറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. അവർ റൂമിലേക്ക് എന്തോ എടുക്കാൻ പോയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഫുള്ള് അലമ്പായിരുന്നു കേട്ടോ. അവരൊക്കെ മുണ്ടൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത് ദേവിക്കെല്ലാം. അപ്പോൾ നല്ല അത്യാവശ്യം ഇരുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മളിത് അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് ഇവിടെ നിന്ന് തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഫുഡ് തന്നെയാണ് കഴിക്കുകയും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇനി വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗ്യാങ്ങാണ്. ഇത് അനിയത്തീൻ്റെ ചേച്ചിയും അനിയത്തിയാണ് കേട്ടോ. അതായത് ഒരാൾ ചേട്ടൻ്റെ ഭാര്യ പച്ചട്ടോപ്പിട്ടത് നിഷിമ എന്നാണ് പേര്. ഇപ്പോഴത്തെ ആൾ സൂര്യ, അത് അനിയത്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിതാ ഈ ഒരു പാസേജ് വഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവേണ്ടത്. അപ്പോൾ ഇവരെവിടെ നിന്നോ വരുന്നുണ്ട്. അനിയത്തിയും ഹസ്ബൻഡുമാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇവർ എവിടെയോ പോയിട്ട് അതുവഴി അങ്ങ് കയറി പോകുന്നതാണ് കേട്ടോ. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായതായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് പോവുകയാണ് ഗൈസ് ഉള്ളിലേക്ക്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അതായത് ഉള്ളിൽ കയറിയിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്പലത്തിലെ ചുറ്റമ്പലത്തിനുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ പോകുമ്പം തന്നെ നല്ല വിളക്ക് ഇവിടെ തെളിഞ്ഞ് കത്തുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും വലിയൊരു വിളക്ക് എന്താ പറയുക ക്ഷേത്രത്തിൽ കാണുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളിലായാലും നല്ല റഷ് ഉണ്ടെങ്കിൽ കൂടിയും അത് പെട്ടെന്ന് മൂവിങ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരിതൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അതായത് ചടഞ്ഞ് ഇരിക്കുക ആ ഒരിതൊന്നും നമുക്ക് തോന്നിയില്ല. പെട്ടെന്ന് തന്നെ നീങ്ങുന്ന ക്യൂ ആയിരുന്നു ഇതൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ചടങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോയിൽ കാണിക്കാം. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതിൽ എന്തുകൊണ്ടും നമ്മൾ സംതൃപ്തരാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇന്ന് ഇത്രയും തിരക്കുണ്ടെങ്കിൽ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ വിദ്യാരംഭം കുറിക്കുമ്പോൾ നമ്മൾ അത്രയും തിരക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഒരു ഇതൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വിളക്ക് ഇതൊക്കെ കത്തി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. അവിടെയൊക്കെ പൂജാരി വന്നിട്ട് ഓരോരോ ഇതിലേക്ക് വിളക്ക് കൊളുത്തുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നെയ് വിളക്ക് ഒക്കെ ഇവിടെ എല്ലാവരും വെക്കുന്നെല്ലാം ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാർ.
അപ്പോൾ ഇനി ഇത് നമുക്ക് കാണാൻ പറ്റിയ ഒരു രഥം വരുന്നുണ്ട്. ഇതൊരു എന്താണെന്നറിയില്ല, ഇവിടുത്തെ ചടങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയതിൽ നല്ലതന്നെ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ കയറി വീണ്ടും തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇത് പിന്നെയും ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. അത് വിഗ്രഹവുമായിട്ട് പോകുന്ന രഥമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അവിടെ നിന്ന് നോക്കുന്നതാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം ചില്ലറ പൈസ വാരി എറിയുന്നുണ്ടായിരുന്നു. അതായത് ഇവിടെ വന്നവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ഇങ്ങനെ വാരി വിതരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിയില്ല. പക്ഷേങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എറിയുമ്പം ഒരുപാട് ആൾക്കാർ അത് പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പം ചുറ്റി പുറത്തേക്കൊക്കെ ഇറങ്ങി വന്ന വിളക്കൊക്കെ ഏകദേശം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ സമയമായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ തൊഴുത് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങൾ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ തന്നെ ഫുഡ്, അമ്പലത്തിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്രത്യേക ഇതിൽ എല്ലാവരും വട്ടമിട്ട് ഇരുന്നിട്ടൊക്കെയാണ്, ചമ്മടം മടഞ്ഞ് ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. ഇതാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പായസമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോരും കൂട്ടിയിട്ട് പിന്നെ രണ്ടാമതും ചോറ് തരും. പിന്നെ പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം ഇന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കത് കിട്ടിയില്ല. ആദ്യത്തെ ദിവസം നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് കഴിച്ചിട്ട് റൂമിലേക്ക് മടങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് നമുക്ക് രാവിലെ എണീച്ചിട്ട് വരാനുള്ളതാണ്. അതിരാവിലെ, അതായത് രാവിലെ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി നമ്മൾ രാവിലെ തന്നെ എണീച്ച് റെഡി ആവണം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് പോയിട്ട് റൂമിലാണ് പോകാൻ വേണ്ടി പോകുന്നത്, വേറെ എവിടെയും പോകുന്നില്ല. അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം രാവിലെ എണീച്ച് നമുക്ക് വീണ്ടും വരേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നല്ലൊരു തുടക്കവുമായിട്ട് നാളെ ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ശിവാമി കുട്ടി. നമ്മളിതാ നടന്ന റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതായത് വിദ്യാരംഭം കുറിക്കുന്നതും വിശേഷങ്ങളും, പിന്നെ നമ്മൾ കുടജാദ്രിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ളതായിരിക്കും ഒരു വീഡിയോ ചെയ്യുന്നത് അടുത്തത്. അപ്പോൾ അത് ആരും കാണാതിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.